അധ്യാപക നിയമനത്തിന് കേട്ടറ്റ് നിർബന്ധമാക്കിയ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് മരവിപ്പിച്ചു. അധ്യാപക സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് സർക്കാർ നടപടി. സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കേട്ടറ്റ് പരീക്ഷയ്ക്ക് ശേഷം വീണ്ടും വ്യക്തത വരുത്തി ഉത്തരവിറക്കുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. സർക്കാർ അനുകൂല അധ്യാപക സംഘടനകളുടെ കൂടി പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് കേട്ടറ്റ് നിർബന്ധമാക്കി ഉത്തരവിറക്കി രണ്ടാം ദിവസം അത് മരവിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത്. സർവീസിലുള്ള അധ്യാപകർക്ക് സ്ഥാനക്കയറ്റത്തിനടക്കം കേട്ടറ്റ് നിർബന്ധമാക്കിയ സുപ്രീംകോടതി ഉത്തരവിനെതിരെ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകും. ജോലിയിൽ തുടരുന്ന അധ്യാപകർക്ക് യോഗ്യത നേടാനുള്ള പ്രത്യേക കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞ ശേഷം വീണ്ടും ഉത്തരവ് വ്യക്തത വരുത്തി ഇറക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കുന്നതാണ്. എന്നാൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് കേട്ടറ്റ് നടപ്പിലാക്കുന്നത്. കേട്ടറ്റ് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ ഉത്തരവിനെതിരെ റിവ്യൂ പെറ്റീഷൻ ഉടൻ ഫയൽ ചെയ്യുന്നതാണ്. അതിനായി അഫിഡവിറ്റ് തയ്യാറാക്കി അഡ്വക്കേറ്റ് ജനറലിന് കൈമാറിയിട്ടുണ്ട്. 4000-ലധികം അധ്യാപകരുടെ ജോലിയെയും പ്രൊമോഷനെയും ബാധിക്കുന്നതായിരുന്നു ഉത്തരവ്. അധ്യാപകരുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നത് അനുഭവ സമ്പത്ത് കൂടി പരിഗണിച്ചാണ്. അനുഭവ സമ്പത്തുള്ളവരെ പിരിച്ചുവിടുന്നത് ഗുണനിലവാരം തകർക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം കഴിഞ്ഞ 3 മാസത്തിനിടെ ഇറങ്ങിയ 74 അധ്യാപക നിയമനത്തിനുള്ള PSC നോട്ടിഫിക്കേഷനിലും കേട്ടറ്റിൽ ഇളവ് നിലനിർത്തിയിട്ടുണ്ട്. സർക്കാർ ഉത്തരവ് മരവിപ്പിച്ചെങ്കിലും PSCയിൽ അപേക്ഷകൾ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.